അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റേഡിയോ ഇസ്ലാമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിലേക്ക് സ്വാഗതം. സ്പെഷ്യൽ അവറിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ബഹുമാന്യനായ സയ്യിദ് സുല്ലമിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്പെഷ്യൽ അവറിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇസ്ലാം എങ്ങനെയാണ് ജീവിതത്തെ എളുപ്പമാക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും ഇസ്ലാമിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ചില ആളുകളെങ്കിലും പറയാറുള്ളത് വല്ലാത്ത നിയന്ത്രണങ്ങളുള്ള ഒരു മതമാണ് ഇസ്ലാം, അത്രയേറെ നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. രണ്ടാമത്തൊരു വിഷയം, പലപ്പോഴും പൗരോഹിത്യം വല്ലാത്തൊരു കുടിസിലേക്ക് മതത്തെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാം എന്നുള്ള മതം ഏറ്റവും എളുപ്പമാണ് എന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ എളുപ്പങ്ങൾ എങ്ങനെയൊക്കെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പരിശുദ്ധ ഇസ്ലാം വളരെ എളുപ്പമാണ്. ഇസ്ലാം പ്രകൃതി മതമാണ്. ഇസ്ലാം ദൈവിക മതമാണ്. ഇസ്ലാം പ്രായോഗികവൽക്കരിക്കാൻ വളരെ സുഖമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ. അല്ലാഹു തആല എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. നിങ്ങൾക്ക് ഞെരുക്കമോ പ്രയാസമോ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ മതം എളുപ്പമാണ്, പ്രയോഗിക്കാൻ സുഖമുള്ളതാണ്. പക്ഷേ പൗരോഹിത്യം അവരുടെ സ്വന്തം വക പല കാര്യങ്ങളും പറഞ്ഞ് മതത്തെ വലിയ ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ വിമർശകർ ഇസ്ലാമിനെ വിമർശിച്ച് ഇസ്ലാം കാലഹരണപ്പെട്ടതാണെന്നും പ്രയോഗിക്കാൻ സാധ്യമല്ല എന്നും ഈ നവീന യുഗത്തിലേക്ക് ചേരുന്നതല്ല എന്നൊക്കെ വരുത്തി തീർക്കാറുണ്ട്. സത്യത്തിൽ നമ്മൾ മതം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ കാണാൻ വേണ്ടി കഴിയും, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. അല്ലാഹു തആല ദീനിൽ ഒരു പ്രയാസവും നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ്, എളുപ്പമാണ് എന്നുള്ളതാണ്. സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഈമാനിൽ ബാബുൻ അദ്ദീനു യുസ്റുൻ എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൽ പറയുന്നുണ്ട് ഇന്നദ്ദീന യുസ്റുൻ, മതം എളുപ്പമാണ് തീർച്ച. അപ്പോൾ മതം എളുപ്പമാണ് എന്ന് നമ്മൾ വെറുതെ പറയുകയല്ല. ഓരോ രംഗത്തും ഇപ്പം നിങ്ങൾ നോക്കൂ, ഇവിടെ ഇപ്പോൾ സഹോദരിമാർ എന്തെല്ലാം അവർ പ്രയാസം അനുഭവിക്കുന്നു. ഇപ്പോൾ ഒരു രക്തസ്രാവമുള്ള സ്ത്രീ, അവൾക്ക് നമസ്കരിക്കാൻ അവളുടെ ആ രക്തസ്രാവം ബുദ്ധിമുട്ടാണ് എങ്കിൽ അത് അവൾക്ക് ജമ്മാക്കിയിട്ട്, ഇപ്പോൾ അസറും ളുഹറും അസറും ജമ്മാക്കി നമസ്കരിക്കാം എന്ന ഹദീസിൽ കാണാനായിട്ട് കഴിയും. കഴുകി വൃത്തിയാക്കി വുളു ചെയ്ത് അവർക്ക് ളുഹറും അസറും ജമ്മാക്കാം, മഗ്രിബും ഇശാവും ഒരേ സമയത്ത് നിർവഹിക്കാം. ഇങ്ങനെ മതം എളുപ്പമാണെന്ന രോഗികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമസ്കാരം പിന്നെ ഇരുന്ന് നമസ്കരിക്കാം, നിൽക്കാൻ കഴിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കടന്ന് നമസ്കരിക്കാം. ഇനി നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ICUലുള്ള ഒരു രോഗി, അദ്ദേഹത്തിന് ഇതുപോലെ ജംആക്കാം. ഇനി ഇപ്പോൾ യൂറിൻ ബോക്സ് അല്ലെങ്കിൽ ബാഗ് വെച്ചിട്ടുള്ള ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നമസ്കരിക്കാം, മൂത്രവാർച്ചയുണ്ടല്ലോ, അശുദ്ധിയാണല്ലോ എന്ന് വിചാരിച്ച് നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല. അദ്ദേഹത്തിന് അവിടെ കടന്ന് സാധിക്കുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിൽ പറയുന്നുണ്ട്, വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് നമസ്കാരം നിങ്ങൾ നിലനിർത്തേണ്ടത്. അപ്പോൾ ആ ആയത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഈ ICUലുള്ള രോഗി, പ്രത്യേകിച്ച് യൂറിൻ ബാഗ് ഇട്ടിട്ടുള്ള ഈ രോഗി തയമ്മും ചെയ്തിട്ട് അദ്ദേഹത്തിനെ കടന്നുകൊണ്ട് നമസ്കരിക്കാം, നമസ്കാരം ജമ്മാക്കാം, മൂത്രം ഇങ്ങനെ പോകുന്നത് ഒരു പ്രശ്നമല്ല എന്നുള്ളത്. കാരണം അതൊരു നിർബന്ധിത സാഹചര്യമാണ്. അപ്പോൾ എളുപ്പമാണ് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ എത്രയോ അധ്യാപനങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മതം വളരെ സുന്ദരമാണ്, അത് ദൈവിക മതമാണ് എന്ന് ഇത്തരം വാക്കുകൾ പഠിപ്പിക്കുന്നു. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അതായത് ഇപ്പോൾ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമസ്കാരം ചുരുക്കി നമസ്കരിക്കാം, ഖസ്റാക്കാം എന്നാണ് ഇതിന് പറയുക, ഖസ്റായി നമസ്കരിക്കുക എന്നുള്ളത്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ കാണാം, വൈദാ ലറബ്തും ഫിൽ അർളി ഫലൈസ അലൈക്കും അൻ ജുനാഹു മിൻ തഖ്സുറു മിനസ് സ്വലാ. നമസ്കാരം ചുരുക്കി നമസ്കരിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ളുഹർ 2 അസർ 2 ഇങ്ങനെ ഖസ്റാക്കുകയും ജമ്മാക്കുകയും ചെയ്യാം. അതുപോലെ നോമ്പിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിൽ കാണാം, വമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. രോഗിയാവട്ടെ യാത്രക്കാരനാവട്ടെ അവർ മറ്റുള്ള ദിവസങ്ങളിൽ ഇത് അനുഷ്ഠിക്കട്ടെ എന്നുള്ളതാണ്.
ഇങ്ങനെ സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ, പിന്നെ ഇപ്പോൾ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്തൊരു വ്യക്തി രോഗം കാരണം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അയാൾക്ക് നമസ്കരിക്കണം, അയാൾക്ക് എന്ത് ചെയ്യാം? തയമ്മം ചെയ്യാം. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 43-ാമത്തെ വചനത്തിൽ പറയുന്നത് വഇൻ കുൻതും മർളാ ഔ അലാ സഫരിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്ത് ഔ ലാമസ്തുമുൻ നിസാ ഫലം തജിദു മാഅൻ ഫതയമ്മമു സ്വഈദൻ തയ്യിബ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ മതം എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, പ്രയോഗവൽക്കരിക്കാൻ വളരെ സുഖമുള്ളതാണ് എന്ന് മാത്രമല്ല ഇവിടെ മതത്തെ അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നാക്കി പ്രയോഗിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഞെരുക്കമുള്ളതാണ് എന്നുള്ള രൂപത്തിൽ പൗരോഹിത്യം അതിനെ വ്യാഖ്യാനിച്ചും ജനങ്ങൾക്ക് ദുർവ്യാഖ്യാനിച്ചും ഒക്കെ ബുദ്ധിമുട്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മതത്തെ അതിൻ്റെ സ്രോതസ്സിൽ നിന്ന് പഠിക്കുന്ന ആൾക്ക് ഇത്രമാത്രം സുന്ദരമായി, അതായത് മനുഷ്യൻ്റെ മനസ്സ് അറിയുന്നവനാണ് ദൈവം, സർവശക്തനായ അള്ളാഹു. ആ അള്ളാഹുവിൻ്റെ നിയമമാണ് മതം. ആ മതം മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. തീർച്ചയായിട്ടും മതം എന്നുള്ളത് എളുപ്പവും പ്രയോഗവൽക്കരിക്കാൻ വളരെ സുഖമുള്ളതുമാണ്. ഒരിക്കലും മനുഷ്യനെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് മതത്തിൻ്റെ ലക്ഷ്യമേ അല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം ഈ നിയമങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇസ്ലാമിൽ ഹലാലും ഹറാമും വാജിബും അങ്ങനെയുള്ള കുറേ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപീകരിക്കപ്പെടുന്നത്? പരിശുദ്ധ ഇസ്ലാമിലെ ഹറാമും ഹലാലും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധം എന്ന് പറയും, ഹലാല് എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളതെന്ന് പറയും. അപ്പോൾ ഈ ഹറാമും ഹലാലും ഒക്കെ പുരോഹിതന്മാർക്കോ അല്ലെങ്കിൽ പുരോഹിത സഭക്കോ ചേർന്ന് തീരുമാനിക്കുന്ന അല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവകാശം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. മതത്തിലൊരു കാര്യം ഹറാമാണ് അല്ലെങ്കിൽ ഹലാലാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള സമ്പൂർണമായിട്ടുള്ള അധികാരം പടച്ച റബ്ബിന് മാത്രമാണ്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആന്റെ സൂറത്തു തഹരീം 66-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ സൂക്തത്തിൽ കാണാം, യാ അയ്യുഹൻ നബിയ്യ് ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹ് എന്നാണ്. പ്രവാചകരെ, എന്തിനാണ് അള്ളാഹു അങ്ങേക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾ നിഷിദ്ധമാക്കുന്നത് എന്നാണ്. പ്രവാചകനെ തിരുത്തുകയാണ്, പ്രവാചകനോട് ചോദ്യം ചെയ്യുകയാണ്. അള്ളാഹു ഹലാലാക്കിയിട്ടുള്ളൊരു വസ്തുവിനെ ഹറാമാക്കി എന്തിനാണ് അങ്ങ് കാണുന്നത് എന്നാണ്. ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടിയാണോ എന്നുള്ളതാണ്. അപ്പോൾ ആ ആയത്തെന്നുള്ള പാടെന്താ? ഈ ഹറാമാക്കാനും ഹലാലാക്കുവാനുമുള്ള സമ്പൂർണമായ അധികാരം അള്ളാഹുവിനെ. ഇവിടെ പുരോഹിതന്മാർ എന്തെല്ലാം കാര്യമാണ് നാൾക്ക് നാൾ അത് ഹറാം ഇത് ഹലാൽ എന്നിങ്ങനെ പറയുന്നത്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളീയ സമൂഹത്തിൽ ചില ആളുകൾ വന്നിട്ട് പറയാ മിക്സ്ഡ് കലാലയങ്ങൾ, അതായത് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പഠിക്കുന്ന എത്രയോ വിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. LKG ഉണ്ട്, UKG ഉണ്ട്, LP സ്കൂളുണ്ട്, അതുപോലെ UP ഹൈസ്കൂൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഹറാമാണ്, നിഷിദ്ധമാണ് എന്നാണ് അവർ പറയുന്നത്. ഒരു മനുഷ്യൻ അദ്ദേഹം താടി വടിക്കാൻ, അപ്പോൾ അത് ഹറാമാണ്, അദ്ദേഹം ഫാസിക്കാണ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെ ഹറാമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യം നിഷിദ്ധമാണ് എന്നിവരൊക്കെ സ്വയം പ്രഖ്യാപിക്കുക. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിൽ ചോദിക്കുന്നത്, ഖുൽ അതുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും, നിങ്ങൾ അള്ളാഹുവിന് അങ്ങോട്ട് മതം പഠിപ്പിക്കുകയാണോന്നാ. മതം പഠിപ്പിക്കുന്നത് മതം ആരുടേതാണ്? അള്ളാഹുവിൻ്റേതാണ്. ആ അള്ളാഹ് പഠിപ്പിച്ച മതത്തിൽ അതൊക്കെ വ്യതിചലിച്ചിട്ട് ജനങ്ങൾ സ്വയം നിയമം ഉണ്ടാക്കുക, സ്വയം ഹറാമാണെന്ന് പറയുക, പല കാര്യങ്ങളും ഹലാലാണെന്ന് പറയുക, അത് പാടുള്ളതല്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നത് 16-ാം അധ്യായം സൂറത്തുൻ നഹ്ൽ അതിൻ്റെ 116-ാമത്തെ സൂക്തത്തിൽ ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയും, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ. അതായത് നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിച്ചു തരുന്നത് അത് ഇത് ഹറാമാണ് ഇത് ഹലാലാണ് എന്ന് നിങ്ങൾ പറയരുത്. ലിതഫ്തറു അലല്ലാഹിൽ കദിബ്, അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നതിന് വേണ്ടി എന്നാണ്. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ് ലാ യുഫ്ലിഹൂൻ, അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടി പറയുന്ന ആളുകൾ വിജയിക്കുകയില്ല എന്നാണ്. അപ്പോൾ ജനങ്ങളുടെ പുരോഹിതന്മാരുടെ ഒരു രീതി എന്ന് പറയുന്നത് അവർ സ്വയം ഇന്നത് ഹറാമാണെന്ന് പറയുന്നു, ഇന്നത് ഹലാലാണെന്ന് പറയുന്നു. ക്രൈസ്തവ വിഭാഗത്തിൽ നമുക്കറിയാം അവരുടെ സഭ കൂടിയിട്ടാണ് ഓരോ സംഭവങ്ങളിൽ ഇത് മതനിയമമാണ് എന്ന് പറയുന്നത്. ആ രൂപത്തിലേക്ക് മുസ്ലിം സമുദായത്തിലെ പല പുരോഹിതന്മാരും ഒക്കെ തരം താണിട്ടുണ്ട്, അധപ്പതിച്ചിട്ടുണ്ട് എന്നുള്ള. സത്യത്തിൽ അങ്ങനെയില്ല. മതത്തിൽ എന്തൊക്കെ ഹറാമ് എന്തൊക്കെ ഹലാൽ എന്ന് വ്യക്തമാണ് എന്ന് നമ്മൾ അറിയുക. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ
ഈ നമ്മൾ നടേ സൂചിപ്പിച്ചല്ലോ, ഹറാമ് നിശ്ചയിക്കുന്നതും ഹലാൽ നിശ്ചയിക്കുന്നതും എന്താ? അത് അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണമായ അധികാരത്തിൽപ്പെട്ടതാണെന്ന് പരിശുദ്ധ ഖുർആന്റെ 18-ാം അധ്യായം 26-ാം സൂക്തത്തിൽ കാണാം. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ. അള്ളാഹുവിൻ്റെ ആ വിധി കർത്തൃത്വത്തിൽ ഒരാളെയും പങ്കു ചേർക്കാൻ പാടുള്ളതല്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന ആൾക്ക് ഹലാലാക്കാൻ ഹറാമാക്കാൻ അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവിടെ ഷിർക്ക് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണത് എന്ന് നമ്മൾ അറിയുക. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആറാഫിൻ്റെ 33-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറയുകയാണ്, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബത്വൻ വൽ ഇസ്മ വൽ ബഗയ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. പറയുക പ്രവാചകരെ, എൻ്റെ രക്ഷിതാവ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് അൽ ഫവാഹിഷ്, മ്ലേച്ഛ വൃത്തികൾ, പ്രത്യക്ഷമായതും പരോക്ഷമായതുമായിട്ടുള്ള മ്ലേച്ഛ വൃത്തികൾ, പാപങ്ങൾ, അന്യായമായിട്ടുള്ള അതിക്രമങ്ങൾ, അതുപോലെ അള്ളാഹുവിൽ ഒരു തെളിവുമില്ലാത്ത ബഹുദൈവ വിശ്വാസം, അള്ളാഹു തെളിവ് അവതരിപ്പിക്കാത്ത ആ ബഹുദൈവ വിശ്വാസം ഉണ്ടല്ലോ, ഇതൊക്കെയാണ് നിഷിദ്ധം. എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ മേലെ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളും കള്ളങ്ങളും ഒക്കെ പറയുക, ഇതൊക്കെയാണ് ഹറാമ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പോൾ ഈ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. മക്കത്തെ ബഹുദൈവ വിശ്വാസികൾ അവരെന്ത് ചെയ്യും? അവർ സ്വന്തം ചില കാര്യങ്ങൾ പറയുകയാണ്. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് മൃഗങ്ങളും കന്നുകാലികളൊക്കെ നേർച്ച നേർന്നിട്ട് അവർ പറയും ഇത് ഹറാമാണ്, ഇത് ഹലാലാണ് എന്നുള്ള രൂപത്തിൽ അവർ പറയും. അതിനൊക്കെ വിമർശിക്കുന്നതായിട്ട് വിശുദ്ധ ഖുർആന്റെ സൂറത്ത് യൂനുസ് 59 നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ആയത്തുകളും ഈ നബിവചനങ്ങളും ഒക്കെ നൽകുന്ന പാഠം എന്തെന്ന് ചോദിച്ചാൽ, ഒരു കാര്യം നമ്മൾ സ്വയമായിട്ട് അല്ലെങ്കിൽ ഒരു പുരോഹിതന്, ഒരു മതപണ്ഡിതന് ഇന്നത് ഹറാമ് ഇന്നത് ഹലാല് എന്ന് പറയാനുള്ള അധികാരമോ അവകാശമോ ഇല്ല. അതിൻ്റെ സമ്പൂർണ്ണമായ അധികാരവും അവകാശവും അള്ളാഹുവിനാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു തആല എന്തൊന്ന് ഹറാമാക്കിയോ അത് മനുഷ്യ കുലത്തിന് ഒരിക്കലും നന്മയുണ്ട്, ശാശ്വതമായ നന്മയാണ് എന്ന് ഇക്കാലം അത്രയും തെളിയിക്കപ്പെട്ടില്ല. അതുപോലെ അല്ലാഹു തആല ഹലാലാക്കിയ അനുവദിച്ചിട്ടുള്ളൊരു കാര്യം മനുഷ്യ സമൂഹത്തിന് അത് നിത്യേന എന്നോണം അത് ഗുണകരമാണ്, ഹലാലായ കാര്യം അത് ദോഷമാണ് എന്ന് തെളിയിക്കപ്പെട്ടില്ല എന്നും നമ്മൾ മനസ്സിലാക്കാതെ ഇസ്ലാമിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ദൈവിക ഒരു അമാനുഷികതയിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഇങ്ങനെ ഹറാമാക്കുന്നത് ഈ ഹറാമിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. സൂക്ഷ്മത കൊണ്ട് നമ്മളതിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. ഒരു ഹദീസ് പറയാറുണ്ട്, അൽ ഹലാല് ബയ്യനുൻ വൽ ഹറാമു ബയ്യനുൻ. ഇത് രണ്ടിൻ്റെ ഇടയിൽ സംശയാസ്പദമായ ചില സംഗതികളുണ്ട്, അത് അവ്യക്തമായത്, അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട് എന്ന് പറയുന്നൊരു ഹദീസ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും പല സംഗതികളെയും ഹറാമാക്കാറുള്ളത്. അതിൻ്റെ ഇസ്ലാമികമായി തെളിവുണ്ടോ? ഇവിടെ സൂചിപ്പിച്ച ആ ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ഈ ഓരോരോ മൃഗങ്ങൾ മേയുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തിൽ അതിൻ്റെ തൊട്ടടുത്ത അയൽവാസി അതിർത്തി, അവിടെ കന്നുകാലികൾ മേയ്ക്കുമ്പോൾ ആ കന്നുകാലികൾ അയൽവാസിയുടെ പറമ്പിലേക്ക് പോകും. അപ്പോൾ അത് പോകാതെ സൂക്ഷിക്കാൻ ഈ മൃഗങ്ങളുടെ ഉടമസ്ഥന് തയ്യാറാവണം എന്നുള്ള, അങ്ങനെ ഹറാമിൽ പതിക്കാതെ സൂക്ഷിക്കുന്നവൻ ഫഖദിസ്തബറഅ ലിദീനിഹി, അവൻ്റെ ദീന് അവൻ സംരക്ഷിച്ചു എന്നുള്ള ഒരു പരാമർശം ബുഖാരി ഉദ്ധരിക്കുന്ന വചനത്തിൽ കാണാം. അപ്പോൾ ഇവിടെ ഒരു തിന്മ തടയാൻ വേണ്ടിയിട്ട് ഹലാല് ഹറാമാണ് എന്ന് പറയുക അത് ശരിയല്ല. അവിടെ നമ്മൾ പറയേണ്ടത് എന്താ? നമ്മൾ അതിൻ്റെ ആ സീമകൾ ലംഘിക്കാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ഷർട്ടും ഒരു പാൻറ്റും ധരിക്കാം, പക്ഷേ നമ്മളത് നെരിയാണിൻ്റെ താഴെയാവുക എന്നുള്ളത്, അതാണ് ആ നെരിയാണിൻ്റെ താഴെയാവുക അഹങ്കാരപൂർവ്വം, അതാണ് തെറ്റ്, അതാണ് വിമർശിക്കപ്പെടേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ മതം പഠിപ്പിച്ച സ്ഥലത്ത് നമ്മൾ നിൽക്കുക, അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു സദ്ദുദരിയ എന്ന് പറയും, അതായത് ദോഷം തടുക്കാൻ വേണ്ടി, തിന്മ തടുക്കാൻ വേണ്ടിയിട്ട് ഈ അല്ലാഹു തആല വ്യക്തമായി ഹലാലാക്കിയ കാര്യങ്ങൾ, ഇപ്പോൾ ചില ആളുകൾ പാട്ട് പോലും കേൾക്കരുതേ എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ അത് എത്ര അപകടകരമാണ്. അപ്പോൾ മതത്തിൽ അങ്ങനെ പാട്ട് നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യമല്ല, അള്ളാഹിൻ്റെ റസൂൽ പോലും പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത്, അങ്ങനെ നമ്മൾ ഇസ്ലാമിൽ ഹലാലാക്കിയ സംഗതിയെ ഹറാമാക്കാൻ ഒരു വകുപ്പുമില്ല എന്നാണ് ഉണർത്തുവാനുള്ളത്. നമ്മൾ മതം എവിടെയാണോ അവിടെ നിൽക്കുക,
അതിലപ്പുറം ഒരു തീവ്രമായ അമിത ഭക്തിയിലേക്ക് പോകരുത്. അത് കാപഢ്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള ആസ്വാദനങ്ങളുണ്ട്. കലകൾ ഒരു ആസ്വാദനമായി വരുന്നതാണ്, വിനോദങ്ങൾ ഒരു ആസ്വാദനമായി വരുന്നതാണ്. ഈ കലകളെയും വിനോദങ്ങളെയും ഒക്കെ ഇസ്ലാം നിരുപാധികം അതൊന്നും പാടില്ല എന്നുള്ള രീതിയിൽ എല്ലാത്തിനെയും ഹറാമാക്കുന്നുണ്ടോ? പരിശുദ്ധ ഇസ്ലാം മനുഷ്യൻ്റെ മനസ്സ് വായിച്ചിട്ടുള്ള, മനുഷ്യൻ്റെ മനസ്സ് അറിയുന്ന ഒരു മതമാണ്. ഇസ്ലാമിൽ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ വേണ്ടി പറ്റും, വിനോദങ്ങളെയൊക്കെ ഒരു പരിധിവരെ അംഗീകരിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം. സഹീഹുൽ ബുഖാരിയിൽ 952 വചനത്തിൽ കാണാൻ കഴിയുന്നൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ അവരുടെ അടുക്കൽ വന്നിട്ട് 2 പെൺകുട്ടികൾ പിന്നെ പാട്ടുകൾ പാടുകയാണ്. അൻസ്വാരികളിൽപ്പെട്ട പെൺകുട്ടികൾ പാട്ട് പാടുന്നത്, മനോഹരമായ ആ ഗീതങ്ങൾ ആലപിക്കുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയും അദ്ദേഹം പ്രവാചകൻ്റെ വീട്ടിലാണോ, മിസ്മാറു ഷയാത്തീൻ ഫി ബൈത്ത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ വീട്ടിലാണോ പിശാച്ചിൻ്റെ പുല്ലാങ്കുഴൽ അല്ലെങ്കിൽ ഹാർമോണിയം എന്നുള്ള അർത്ഥത്തിലുള്ളൊരു ചോദ്യം ഉന്നയിച്ച് അവരോട് കയർത്തു എന്നാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു മറുപടിയുണ്ട്. എന്താ പ്രവാചകൻ പറയുന്നത്? ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബാ ബക്കർ ഇന്ന ലികുല്ലി ഖൗമിൻ ഈദാ വഹാദാ ഈദുനാ. ഇത് എല്ലാ സമൂഹത്തിനും ആഘോഷമുണ്ട്, ഇന്ന് നമ്മുടെ ആഘോഷ ദിവസമാണ്. അതുകൊണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അവരെ ദഅഹുമ, അവരെ നീ വിട്ടേക്കുക എന്നാണ്. അപ്പോൾ പെരുന്നാൾ ദിവസം ഒരു പാട്ട് കേൾക്കുക എന്നുള്ളത് മതം അനുവദിച്ച മറ്റൊരു റിപ്പോർട്ടിൽ കാണാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ആയുധ അഭ്യാസ പ്രകടനം നടത്തിയത് കാണാൻ വേണ്ടിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പോലും അവസരമൊരുക്കിയെന്ന. അപ്പോൾ ഇതൊക്കെ കാണാനും ആസ്വദിക്കുവാനും ഒക്കെ ഇസ്ലാം അനുവാദം നൽകുക. എന്തെല്ലാം സംഭവങ്ങൾ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നേരത്തെ ഞാൻ സൂചിപ്പിക്കേണ്ട പാട്ടിനെ സംബന്ധിച്ച് മനോഹരമായ എത്ര ഗാനങ്ങളുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഗാനങ്ങൾ, അതുപോലെ പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, ഖബറിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, ബർസഖിയായ ലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, അതുപോലെ കുടുംബ ബന്ധങ്ങളെ വിളക്കി ചേർക്കുന്ന ഗാനങ്ങൾ, അതുപോലെ തന്നെ മാതാപിതാക്കളെയും മുതിർന്നവരെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്ന പാട്ടുകൾ, പ്രവാചകൻ്റെ മഹത്തായിട്ടുള്ള ജീവിത സംഭവ വികാസങ്ങൾ വരച്ച് കാണിക്കുന്ന ഹൃദയസ്പൃക്കായിട്ടുള്ള ഗാനങ്ങൾ, സ്വഹാബത്തിൻ്റെ മാഹാത്മ്യം പറയുന്ന ഗാനങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം വിശുദ്ധ ഖുർആനിൻ്റെ അതിമഹത്തായ അത്ഭുത കാര്യങ്ങൾ ഉണർത്തുന്ന ഗാനങ്ങൾ. അപ്പോൾ ഇത്തരം ഗാനമൊക്കെ ഹറാമാണെന്ന് പറയുന്നതായിരിക്കും അർത്ഥം. അത് തെറ്റാണ് ആ വാദം. ഗാനങ്ങൾ നിങ്ങൾ നോക്കൂ, അതിപ്പോൾ ഒരു പെൺകുട്ടി പാടിയെന്ന് വിചാരിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ആളുകൾ അത് ഹറാമാണെന്ന് പറയുന്നത്. വളരെ തെറ്റായ കാര്യമാണ്. ഇങ്ങനെയുള്ള ഗാനങ്ങൾ അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഖുർആനിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ചും അങ്ങനെയുള്ള നന്മകളെക്കുറിച്ചൊക്കെയുള്ള ഗാനങ്ങൾ സ്വാഗതാർഹമാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ചില ആളുകൾ പറയാറുള്ളത് പിന്നെ പെൺകുട്ടികളുടെ പാട്ട് കേൾക്കാൻ പാടില്ല, സ്ത്രീകളുടെ ശബ്ദം കേൾക്കാൻ പാടില്ല എന്നാണ്. തെറ്റാണത് പ്രിയമുള്ളവരെ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷാഫി മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളമായിട്ട് കാണാൻ വേണ്ടി കഴിയും സൗത്തുൽ മർഅത്തി, അതായത് ഈ പിന്നെ സ്ത്രീകളുടെ ശബ്ദം അത് ഔറത്താണ് എന്നുള്ളതിന് അസുലില്ല എന്ന്, അതായത് ഒരു അടിസ്ഥാനമില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലെ ആധികാരിക ഫത്വ വിഭാഗമായിട്ടുള്ള ഫതാവ അൽ-ലജ്നത്തു ദായിമ അവർ നൽകുന്ന ഒരു മറുപടിയിൽ കാണാം സൗത്തുൽ മർഅത്തി നഫ്സഹു ലൈസ ബിഔറ, അതായത് ഒരു സ്ത്രീയുടെ ശബ്ദം ഔറത്താണ് എന്നുള്ള വാദം ശരിയല്ല. ലൈസ ബിഔറന, അത് ഔറത്തല്ല. ലാ യഹ്റുമു സിമാഉഹു, അത് കേൾക്കൽ ഹറാമല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ കേൾക്കൽ ഹലാലാണ്, അനുവദനീയമാണ് എന്നുള്ളതാണ്. ഇതാരാ പറയുന്നത്? സൗദി അറേബ്യയിലെ ഫത്വ വിഭാഗം പറയുന്ന ഫത്വയിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ്. അള്ളാഹിൻ്റെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പാട്ട് പാടില്ല, അത് ചില ആളുകളെല്ലാം ഹറാമാക്കാൻ. ഇസ്ലാമിനെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യം ബുഖാരിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അഹബ്ബുദ്ദീൻ ഇലല്ലാഹി അൽ ഹനീഫിയത്തു സമഹ,
എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള വിട്ടുവീഴ്ചയുള്ള പിന്നെ ഒരു ഋജുവായിട്ടുള്ള മതമാണ് ഇസ്ലാം. അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. ആ രൂപത്തിൽ മതത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് ബുഖാരിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും കലകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. അത് ഹറാമാണെന്ന് പറയുക അങ്ങേയറ്റത്തെ അബദ്ധമാണ്, തെറ്റാണ്, തിരുത്തപ്പെടേണ്ടതാണ് എന്നാണ് ഉണർത്തുവാനുള്ളത്.